ആ അർത്ഥത്തിൽ ഈ പ്രദേശത്തെ കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും ഇടപെടുക. ഇവിടെ എന്റെ അറമാ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ആദരവർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ചിരിക്കൽ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാണ്. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളായി മാറാൻ ഇതുവരെയും കഴിഞ്ഞു എന്നതിൽ സംതൃപ്തി അടയുന്നവരോ അല്ലെങ്കിൽ ആശ്വസിക്കുന്നവരോ ആണ് നമ്മളെ. പക്ഷെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത്, ഈ സത്യദീനിനെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നും പിഴുതെടുക്കാൻ ഇസ്ലാമിന്റെ ശത്രുവായിക്കൊണ്ട് നമ്മുടെ ചുറ്റിലും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ശൈത്വാനും കൂട്ടരും, അത് ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താനാവട്ടെ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളാവട്ടെ, വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നാം ജീവിക്കുന്ന സാഹചര്യം എന്നതും നമുക്ക് അള്ളാഹുവിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയുകയും അത് എന്നിലുണ്ടാവണം എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലെങ്കിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സുബ്ബിത ഖൽബി അലാ ദീനിക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, പടച്ചോനെ, മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയായ നാഥ, നീ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ചതുപോലെ, നമ്മെ പഠിപ്പിച്ചതുപോലെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا, എന്റെ ഹൃദയത്തെ നീ ഛിന്ന ഭിന്നമാക്കരുത് പടച്ചോനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا, എനിക്ക് ഹിദായത്ത് കിട്ടിയതിന് ശേഷം എന്റെ ഹൃദയത്തെ ഈ ഹിദായത്തിൽ നിന്നും നീ തെറ്റിക്കളയരുത്, അതിനെ നീ തെറ്റിച്ചു കളയരുത്. നിന്റെ അപാരമായ കാരുണ്യം നീ ഞങ്ങൾക്ക് കനിഞ്ഞു തരണം. നീ കനിഞ്ഞു നൽകുന്നവരാണല്ലോ നാഥ എന്നും പടച്ച തമ്പുരാൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഇത് എന്തിനായിരിക്കും എന്ന് അടിക്കടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റിലും ഉള്ള ഇളം തലമുറക്ക് ഇസ്ലാമിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നത് ഏതോ അർത്ഥത്തിൽ ലിബറലിസത്തിന്റെയോ അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെയോ നിരീശ്വരവാദത്തിന്റെയോ അല്ലെങ്കിൽ സർവമത സത്യവാദത്തിന്റെയോ ഒക്കെ ആളുകളായിട്ട് മാറുന്ന തലത്തിലേക്ക് നല്ല വിദ്യാസമ്പന്നരായ, ഭൗതിക വിദ്യാഭ്യാസമുള്ള, നല്ല ഉന്നത തലങ്ങളിൽ എത്തിപ്പെട്ട നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം അവരുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്ന് തികച്ചും ബോധ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചങ്ങനെ പോകുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് കടന്നുപോയാൽ ഭയങ്കരമായിട്ട് ഈ ജീവിതത്തെ അങ്ങോട്ട് ആസ്വദിക്കും. അത് കയ്യും മെയ്യും മറന്ന് എവിടെ നിന്ന് സമ്പാദിക്കുന്നോ എന്ന് ചിന്തിക്കാതെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നോ എന്നൊന്നും ഒരു തരത്തിലുള്ള ചിന്തയും ബോധവും ഇല്ലാതെ
മനുഷ്യനങ്ങനെ പോകും. അതാണ് ദുനിയാവ്. അതങ്ങനെ ദുനിയാവിനെ മറ്റൊരു സൃഷ്ടിജാലത്തിനും പടച്ചു തമ്പുരാൻ കൊടുക്കാത്ത സ്വാതന്ത്ര്യം മനുഷ്യർക്ക് മാത്രം പടച്ചു തമ്പുരാൻ നൽകിയപ്പോഴും, പക്ഷെ ഇതെല്ലാം തിരിച്ചറിയാനുള്ള ബുദ്ധിയും കഴിവും എല്ലാം നൽകി പടച്ചു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് പടച്ചവന്റെ പ്രതിനിധികളായിട്ട് ഇങ്ങോട്ട് അയച്ചപ്പോഴും നമ്മളോട് പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്. അല്ലെങ്കിൽ തലക്കൽ നോക്കാം തയ്യാത്ത നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നോട്ട് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് സൂറത്തുൽ മുൽക്കിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെ ഓരോ സന്ദർഭവും നമ്മളങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. എവിടേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്? ഇപ്പൊ ഇത്രയും നാൾ എന്റെ ആയുഷ്യം കഴിഞ്ഞു പോകും. ഇനി എനിക്ക് എത്ര നാളുണ്ട് എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല. പക്ഷെ കഴിഞ്ഞ നാളുകളെ ഞാൻ എണ്ണി നോക്കുമ്പോൾ ആ കഴിഞ്ഞ നാളുകളിലെ എന്റെ സമയം ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഞാൻ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു നോക്കിയാൽ എനിക്ക് എന്റെ റബ്ബ് ഒട്ടേറെ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു. കണ്ണല്ല പക്ഷം തന്നു, കാഴ്ചയുള്ള കണ്ണാണ്. വെറും ചെവിയല്ല പഠിച്ചോ നമുക്ക് തന്നിട്ടുള്ളത്, കേൾവിയുള്ള ചെവി പഠിച്ചോ തന്നു. കാഴ്ചയില്ലാത്ത കണ്ണുള്ളവർ, കേൾവിശക്തി ഇല്ലാത്ത ചെവിയുള്ളവർ, നടക്കാൻ കഴിയാത്ത കാലുകളുള്ളവർ, ഒരു പണിയും ചെയ്യാൻ കഴിയാത്ത കൈകളുള്ളവർ, ഒന്നുമേ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെയും സൃഷ്ടിച്ചത് പടച്ചോനെ. പക്ഷെ പടച്ചോന് ഈ എല്ലാ അനുഗ്രഹങ്ങളും കനിഞ്ഞു തന്ന ഒരു മനുഷ്യനെയും ഈ അനുഗ്രഹങ്ങൾ പാതി മാത്രം കൊടുത്ത മനുഷ്യനെയും അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം കൊടുത്ത മനുഷ്യനെയും ഒരുപോലെയല്ലല്ലോ പരിഗണിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്, നമ്മൾ നമ്മളെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഒട്ടുമിക്ക അനുഗ്രഹങ്ങളെ കൊണ്ടും പടച്ചു തമ്പുരാൻ കഴിഞ്ഞവരാണ്. എന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താണ്? ഞാൻ എനിക്ക് തന്ന എന്റെ ആരോഗ്യത്തെ, എനിക്ക് തന്ന ബുദ്ധിയെ, എനിക്ക് തന്ന കഴിവുകളെ ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് ശാശ്വതമായ പരലോകമുണ്ട്, ആ പരലോകത്ത് സ്വർഗം കിട്ടണം എന്നുള്ള അർത്ഥത്തിലുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം ഞാൻ ആ ഈമാനിനെ മുറുകെ പിടിക്കാൻ, അത് നിലനിർത്താൻ, അത് ശക്തിപ്പെടുത്താൻ, അത് ഉയർത്തിക്കൊണ്ടുവരാൻ, അത് വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള പണികൾ റബ്ബ് എന്നോട് കൽപ്പിച്ച ദൗത്യം എത്രമാത്രം നിർവഹിക്കുന്നതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞാൻ മാത്രം എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വരുന്ന സന്ദർഭം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്റെ കൂടെ ഉണ്ടാവില്ല, എന്റെ പ്രിയപ്പെട്ട ഇണ എന്റെ കൂടെ ഉണ്ടാവില്ല, എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ കൂടെ ഉണ്ടാവില്ല, എന്റെ കൂടപ്പിറപ്പുകൾ എന്റെ കൂടെ ഉണ്ടാവില്ല, എന്റെ ഇപ്പോൾ എന്റെ സഹപ്രവർത്തകരായി എന്നോട് എല്ലാം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളും എന്നോടൊപ്പം ഉണ്ടാവില്ല. ഞാൻ മാത്രം എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മളോടാണ്, ഞാൻ എന്നെയാണ് വിലയിരുത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയം അത് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം. അപ്പൊ റബ്ബ് നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഞാൻ എത്ര വർഷം ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നു? ആ തന്ന സമയത്ത് മറ്റ് പല മനുഷ്യർക്കും കൊടുക്കാത്ത എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് വകവെച്ചു തന്നു. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കാൻ വേണ്ടി ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ ചില പണി എന്റെ ഖലീഫമാരായിക്കൊണ്ട് ഈ ഭൂമിയിൽ നിർവഹിക്കാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എത്രമാത്രം ചെയ്തു?
എന്ന് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മറുപടി കൊടുക്കണം? അവിടെയാണ് എനിക്ക് ഈ ശിഷ്ടകാലം എത്രയുണ്ട് എന്നറിയാത്ത ഞാൻ കഴിഞ്ഞ കാലം അതങ്ങോട്ട് കൊഴുകിപ്പോയി, അതിന് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതല്ല. പക്ഷെ കഴിഞ്ഞ കാലത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ടും മാപ്പിനിരന്നുകൊണ്ടും ചെയ്ത അമലുകൾ പടച്ച റബ്ബേ നീ നഷ്ടപ്പെടുത്തരുതേ എന്ന തേങ്ങലോട് കൂടിയ ചോദ്യങ്ങളോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി കുറഞ്ഞ കാലം മാത്രം ബാക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ ബാക്കി നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ സമയത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്? ഈ വിചാരണയ്ക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ റബ്ബ് എന്നെ തൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ എന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സമയത്ത് ആമുഖമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വെക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിലേക്ക് വെച്ചത്. എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? ഫലസ്തീനിലെ സഹോദരിമാരും മക്കളും യുവാക്കളുമൊക്കെ യുവതികളുമൊക്കെ നമ്മുടെ മനസ്സിൽ വിശുദ്ധ ഖുർആൻ റമദാനിനെ അവര് എത്രമാത്രം അലങ്കാരമായി കൊണ്ടാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഓരോ മനുഷ്യനെയായി ഇച്ഛിച്ചീഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഫലസ്തീനിലെ കുരുന്നുകളടക്കം ഉപയോഗപ്പെടുത്തിയത് എന്നത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അത്ഭുതം കൂറുകയല്ലാതെ ആ സ്ഥാനത്ത് അവരൊക്കെ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുന്നത് ആ സ്വർഗത്തിലെത്താൻ. അതേ സ്വർഗമാണല്ലോ ഞാനും കൊതിക്കുന്നത്. പക്ഷെ എൻ്റെ അവസ്ഥ എവിടെയാണ്? നമ്മൾ അതിനെയൊക്കെ ചേർത്തുകൊണ്ട് നമ്മിലേക്ക് ചോദ്യം ശരം ഇട്ടുകൊടുക്കാൻ നമുക്ക് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. മക്കൾ പറഞ്ഞല്ലോ, കുഞ്ഞു മക്കൾ പറഞ്ഞല്ലോ ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഈണത്തിൽ വിനീതോട് കൂടിയിട്ട് അവരങ്ങനെ പാരായണം ചെയ്ത് കത്തം തീർത്ത് അപ്പോഴേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് സാധ്യമാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വിശപ്പും ഞങ്ങളുടെ വേദനകളും മറ്റു വിഷമങ്ങളും എല്ലാം ഞങ്ങൾ മറക്കുന്നു എന്ന ഖുർആനിലേക്ക് കൂടിയിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകുമ്പോഴും ഈ ഖുർആനാണ് ഞങ്ങളുടെ ശക്തി എന്ന് ആ കുഞ്ഞു മക്കളടക്കം പറഞ്ഞത് നമ്മൾ കേട്ടപ്പോഴും ആലോചിച്ചു. ഈ ഖുർആനിൽ നിന്ന് എത്രമാത്രം നമുക്കറിയാം? എൻ്റെ റബ്ബ് എനിക്കായി തന്നിരിക്കുന്ന ഭരണഘടനയാണ് ഖുർആൻ. അങ്ങനെ തന്നെ നമ്മളോട് ചൊല്ലി പറയാം. എൻ്റെ റബ്ബ് എനിക്കായി ഈ ജീവിതത്തിൽ ശാശ്വതമായി, ഈ ജീവിതത്തിലും എൻ്റെ ജീവിതം വിജയിക്കണം, ശാശ്വതമായ പരലോകത്തും എൻ്റെ ജീവിതം വിജയിക്കണം. അതിനുവേണ്ടി എൻ്റെ റബ്ബ് എനിക്കായി തന്നിരിക്കുന്ന ഒരു ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ആ ഭരണഘടനയായിട്ട് അംഗീകരിക്കപ്പെടും വിശുദ്ധ ഖുർആനിൽ എൻ്റെ റബ്ബ് എന്നോട് എന്തെല്ലാം ചെയ്യണം എന്ന് കഴിച്ചു, എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലായിരിക്കണം എൻ്റെ വ്യക്തി ജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ സാമൂഹ്യ ഇടപാടുകൾ, എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് എൻ്റെ റബ്ബ് എന്നോട് എങ്ങനെ പറയുന്നു. അൽഹംദുലില്ലാ ഇവിടെ സ്ഥിരമായിട്ട് ഖുർആൻ സ്റ്റഡി നടക്കുന്ന ഒരു കോളേജിൽ അതിലൊക്കെ നമുക്കറിയാവുന്നത് പോലെ ഒട്ടുമിക്കതും പല ഖുർആൻ സ്റ്റഡികളിലും നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ പ്രായമായ ആളുകളാണ് കൂടുതലായിട്ടുണ്ട്. അവരുടെ കാലം കഴിയുന്നു, ഞങ്ങളുടെയൊക്കെ കാലം കഴിയും. ഞാൻ അങ്ങനെ തന്നെ പറയാം, എന്നൊക്കെ വയസ്സൊക്കെ ഞാൻ വെച്ചാൽ ഇനി ഈ ഒരു പ്രദേശത്തെ ഒന്നാമത് തൃപ്തിയുള്ള ഒരു തലമുറ വളർന്നു വരുന്ന ഒരു പ്രദേശമായിട്ട് നിലനിർത്തേണ്ടത് ഈ യുവപ്രായത്തിലുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ. ഈ ഒരു പ്രദേശത്തെ ഇബ്ലീസ് വട്ടം കറക്കിയിട്ട് അവന്റെ മാലയിലേക്ക് ധാരാളം കണ്ണികളെ ചേർക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വിട്ടുകൊടുക്കാതെ കരുത്തരായ
ശുഹദാക്കളെ സൃഷ്ടിക്കേണ്ടവർ, കരുത്തരായ ഇസ്ലാമിന്റെ വക്താക്കളെ സൃഷ്ടിക്കേണ്ടവർ, വാർത്തെടുക്കേണ്ടവർ. പലസ്തീനിലെ ഉമ്മമാർ അവരുടെ പൈത മക്കൾക്ക് ഞങ്ങൾ ഖുദ്സിന്റെ മോചകരാണ്, ഖുദ്സ് മോചിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങൾ ഇവിടെ നിന്നും ഒളിച്ചോടി പോവേണ്ടവരല്ല, ഞങ്ങളുടെ കടി കാത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ പോയി പാർക്കേണ്ടവരല്ല. ഉമ്മ ഖുദ്സിനെ മോചിപ്പിക്കേണ്ടവരാണ് നമ്മൾ. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ പോണത്? ഇവിടെ നിൽക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഷഹീദായാലും ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ഷഹീദായ പ്രതിഫലമല്ലേ നമുക്ക് കിട്ടുക എന്ന് മക്കൾക്ക് പറയാൻ കഴിയുന്നത് ആ ഉമ്മയിൽ നിന്ന്, ഉപ്പയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പാഠം. നമ്മളിലൂടെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് എന്താണ്, കിട്ടേണ്ടത് എന്താണ്, കിട്ടിയത് എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. ഞാൻ നമ്മുടെ കൊച്ചശ്ശേരി പ്രദേശത്തുള്ള ഇതുപോലുള്ള യുവതികൾക്ക് ഇവരെല്ലാവരും കൂടി ഒരു ഖുർആൻ സ്റ്റഡി സെന്റർ തന്നെ തുടങ്ങിയിട്ട് പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ വോയിസ് ഇട്ട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ആരും ചുമതല കൊടുക്കാതെ ഞാൻ തന്നെ വോയിസ് ഇട്ട് ഇങ്ങനെ കുറെ ആളുകളോട് ഇങ്ങനെ ചോദിച്ചു, ആഗ്രഹിക്കുന്നു ഒന്ന് ഇരുന്ന് പഠിക്കണം. മദ്രസയിൽ ആ ചില്ലറ എന്തോ പഠിച്ചിട്ട് അതൊക്കെ കൊണ്ട് പോയി ഇപ്പൊ കുട്ടികള് അങ്ങനെ കുറെ തിരക്കും കാര്യങ്ങളും അവിടുത്തെ സംസാരവും അവിടുത്തെ ഇതുമായിട്ട് അങ്ങനെ ചുറ്റിപ്പറ്റിങ്ങനെ പോണേല് ഭയങ്കര നിരാശയുണ്ട്, സങ്കടമുണ്ട്. ഒന്ന് ഫ്രഷായിട്ട് ഫ്രഷ് മനസ്സോട് കൂടിയിട്ടും ഖുർആൻ പഠിക്കാനും അതിനനുസരിച്ച് പോകാനും ആഗ്രഹിക്കുന്ന ഒരവസരം ഞങ്ങളുടെ പ്രാർത്ഥന പോലെ പഠിച്ചോണ്ടിരിക്കും. ഇന്ന് ഇത്തരത്തിൽ 2-3 കുഞ്ഞു മക്കളുള്ള സഹോദരിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിച്ചു. നല്ല മനസ്സിന്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ ഈ യുവ പ്രായത്തിലുള്ള നമ്മുടെ സഹോദരന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവറിയെ ഈ കുഞ്ഞു മക്കളുടെ പ്രസവം അല്ലെങ്കിൽ പ്രഗ്നൻസി, ചെറിയ കുഞ്ഞു മക്കളുടെ കൈകാര്യം ചെയ്യുന്ന ഘട്ടങ്ങളൊക്കെ അവരൊക്കെ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ്. പ്രത്യേകിച്ചും ആ പഴയ കാലഘട്ടത്തെക്കാളപ്പുറം റിസ്ക് ഉള്ളൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ വളർത്തിയിരിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടം എന്താണ്? നമ്മുടെ മക്കൾ പിറന്നു വീണിരിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. ആ യുഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ യുഗത്തിൽ അവർക്കുള്ള അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ അതിൽ വെറും ഗെയിമോ അല്ലെങ്കിൽ അവരെന്തൊക്കെയാണോ ഇഷ്ടത്തോട് കൂടിയിട്ട് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ തന്നെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചിന്തകളടക്കം പഠനമടക്കം കിട്ടേണ്ടവരാണ് യുവപ്രായത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ. പഴയ തലമുറയിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ എനിക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൽ തുടർച്ച വേണം. ചേർത്തു സഹായം ഒരുമിച്ചൊന്നായി സേവന പാതയിൽ ഇരുകൈ ചേർത്തു സഹായം